എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്ലോയി ആയിട്ടുള്ള മേക്കപ്പ് ലുക്കാണ് കേട്ടോ. നമുക്ക് സൽവാറിന്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മേക്കപ്പ് ലുക്കാണ്. നമുക്ക് ആ ഒരു ഡേ ഫുൾ എങ്ങനെ നല്ല ഗ്ലോയി ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വീഡിയോസ് ഒക്കെ ഇടാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. വേറെ ഒന്നല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, നിൽക്കുന്നെ സ്കൂളിൽ ചേർത്തു. അതുപോലെ തന്നെ ഞാൻ ജോബിന് കയറി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ടൈം മാനേജ്മെന്റ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ഒരു മടി, അതുപോലെ തന്നെ ലേറ്റ് ആവുന്നതൊക്കെ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ മേക്കപ്പ് ലുക്കിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ ചാനലൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അഞ്ജു. വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഫേസ് ക്ലെൻസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഞാനിവിടെ ബയോഡെർമയുടെ ടോണറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ നിർബന്ധമായിട്ടൊരു ടോണർ യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മുടെ പോഴ്സൊക്കെ ഒന്ന് ക്ലോസ് ആവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള pH ഒക്കെ ഒന്ന് ബാലൻസ് ആവാനും ഈ ഒരു ടോണർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോണർ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്നും ഇങ്ങനെ വീശി കൊടുക്കുക. ആ ഒരു ടോണർ നമ്മുടെ സ്കിന്നിൽ ഫുള്ളായിട്ട് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഇങ്ങനെ ടാബ് ചെയ്തും കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളി അത് അബ്സോർബ് ആയിക്കോളും. നെക്സ്റ്റ് ഞാനിവിടെ ന്യൂട്രിഡെർമിൻ്റെ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒരു കോട്ടിംഗ് പോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസർ തന്നെയാണ് കേട്ടോ ഈ ഒരു ന്യൂട്രിഡെർമിൻ്റെ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസർ. അപ്പോൾ അത് നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു സിറം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു മേക്കപ്പ് പ്രെപ്പ് ഓയിലാണ് കേട്ടോ. അത് ഒരു സിറം പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഫേസിന് ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ സിറം അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ഒരു 2 to 3 ഡ്രോപ്സ് നമ്മുടെ ഫേസിൽ പോർ ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസിൽ ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് നല്ലൊരു ഗ്ലോ, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ തന്നെ നമുക്ക് ഫേസിന് ഉണ്ടാവും. നമ്മൾ മേക്കപ്പ് ചെയ്താലും ആ ഒരു ഗ്ലോ അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടിരിക്കും നമ്മുടെ സ്കിൻ എപ്പോഴും. നെക്സ്റ്റ് ഞാനിവിടെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ബ്ലൂ ഹെവൻ്റെ ഫ്ലോലെസ് ഫൗണ്ടേഷനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് കയ്യിലൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ്. ഞാൻ എപ്പോഴും ബ്യൂട്ടി ബ്ലെൻഡറാണ് കേട്ടോ യൂസ് ചെയ്യുക. അതാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാനത് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഈ ഒരു ഞാൻ എടുത്തിട്ടുള്ള ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു പുട്ടി അടിച്ചൊരു ഫീൽ ഉണ്ടാവില്ല. നന്നായിട്ട് തന്നെ നമ്മുടെ ഫേസിൽ ബ്ലെൻഡ് ചെയ്യാനായിട്ടും പറ്റും. ഇനി ഞാനിവിടെ ജാക്ലിൻ ഹില്ല ഐഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഐഷാഡോയ്ക്ക് ആയിട്ട്. അപ്പോൾ അതിൽ ആ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് മുകളിൽ ആ ഒരു ക്രീസിൻ്റെ ഭാഗം മാത്രം ഞാൻ ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ചെറിയൊരു ഗ്ലിറ്ററി പാർട്ടിക്കിൾസ് ഉള്ളതാണ്, അങ്ങനെ കൂടുതലായിട്ടില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി ആ ഒരു ഷെയ്ഡ് തന്നെ ഞാൻ കണ്ണിൻ്റെ താഴെയും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതാവുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ട് നമ്മുടെ കണ്ണ് തോന്നിപ്പിക്കും. പിന്നെ ഈ ഒരു മേക്കപ്പ് ലുക്കിൽ ഞാൻ കണ്ണിൻ്റെ താഴെ എഴുതുന്നില്ല, മുകളിൽ മാത്രമേ ജസ്റ്റ് ഒരു എന്താ പറയുക സ്മഡ്ജ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ട് ഭംഗി തോന്നിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണിൻ്റെ താഴെയും ഐഷാഡോ ഇട്ട് കൊടുക്കണം കേട്ടോ. നെക്സ്റ്റ് ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പാലറ്റിൽ നിന്ന് ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് എടുത്തിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു രീതിയിൽ ഐബ്രോസ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാനിവിടെ മെബിലിൻ്റെ ജെൽ ഐലൈനർ യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ മുകളിലായിട്ട് തിന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ സ്മഡ്ജ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിന്നായിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഞാൻ കണ്ണിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഈ ഒരു രീതിയിൽ നന്നായിട്ട് സ്മഡ്ജ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു ജെൽ ഐലൈനർ. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മുടെ കണ്ണിൻ്റെ താഴെ എഴുതിയിട്ടില്ലെങ്കിലും നല്ല ഭംഗിയാണ് ആ ഒരു ലുക്ക് കാണാനായിട്ട്. നെക്സ്റ്റ് ഞാനിവിടെ മെബിലിൻ്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്.
നന്നായിട്ട് നമുക്ക് ഇപ്പോൾ ലാഷസ് കുറവാണെന്നുണ്ടെങ്കിലും നല്ലതായിട്ട് തിക്കനായിട്ട് തോന്നാനായിട്ട് ഈ ഒരു മസ്കാര ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെ ഞാൻ ഈ ഒരു മസ്കാര യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാനിവിടെ ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചും കൂടി ഒരു നാച്ചുറൽ ലുക്ക് തോന്നി, അതായത് നാച്ചുറൽ ഫിനിഷ് തോന്നുന്നത് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നുമായിട്ട് നല്ല പോലെ യോജിക്കും അത്. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. ഇനി ഈ ഒരു സൈഡിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ ഇപ്പോൾ ആ ഒരു ഡിഫറൻസ്. നെക്സ്റ്റ് ഞാനിവിടെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള എൻവൈബിയുടെ സ്ട്രോപ്പ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്, ഹൈലൈറ്റർ ആയിട്ട് കേട്ടോ. ഇത് അടിപൊളിയാണ്. നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഫിനിഷാണ് ഇത് തരിക. നമ്മൾ എവിടേക്കാണോ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യാം. നല്ല പോലെ ഗ്ലോ ഉണ്ടാവും കേട്ടോ. കണ്ടില്ലേ നല്ലൊരു നാച്ചുറൽ ഗ്ലോ നമുക്ക് ഉണ്ടാവും. ഇനി ഞാൻ ജസ്റ്റ് ലിപ്പൊന്ന് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലിപ്സ്റ്റിക്ക് തന്നെ ജസ്റ്റ് ഞാൻ കൈ വെച്ചിട്ടാണ് കേട്ടോ ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നത്. എനിക്കൊരു ലൈറ്റ് കളറേ വേണ്ടുള്ളൂ, ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലിപ്സ്റ്റിക്കും റെഡി ആയിട്ടുണ്ട്. ഇനി മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഹുഡ ബ്യൂട്ടിയുടെ സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഫേസിലേക്ക് അങ്ങനെ സ്പ്രേ ചെയ്യുന്നില്ല, ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഒന്ന് ഒപ്പി കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ, ഈ ഒരു രീതിയിൽ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഇപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊരു പൊട്ടും വെച്ചു, അതുപോലെ തന്നെ കമ്മലും ഇട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്, ഗ്ലോവി ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.